ഹലോ ഡേസ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ വോളറ്റിലായിട്ടുള്ള അടുത്തൊരു സെക്ഷനാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. നിഫ്റ്റി എങ്കിലും 22,000 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. റിലയൻസും ആക്സിസ് ബാങ്കും തുടങ്ങിയ കമ്പനീസ് നൽകിയ പിന്തുണ കൊണ്ടാണ് നിഫ്റ്റിക്ക് ഈ ഒരു റാലിക്ക് കാരണമായിട്ടുള്ളത്. ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ്. ആദ്യം നിഫ്റ്റി 22,000 മുകളിൽ ക്ലോസ് ചെയ്തു. ടാറ്റ പവർ സ്റ്റോക്കുകൾ ഇന്ന് 3% റാലി രേഖപ്പെടുത്തി. ഗവൺമെൻറ്റിൻ്റെ വീടിന് മുകളിലുള്ള റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം അതിന് വലിയ തോതിലുള്ള ഒരു പിന്തുണ കിട്ടിയതാണ് കാരണം. പേടിഎം ഇന്ന് വീണ്ടും അപ്പർ സർക്യൂട്ടായി. പേടിഎമ്മിന് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കൊടുക്കുമെന്നുള്ള ന്യൂസ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. അദാനി സ്റ്റോക്കുകൾ ഇന്ന് മിക്സ്ഡ് ആയിരുന്നു. അദാനി എൻ്റർപ്രൈസസ് വലിയൊരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. US കൈക്കൂലി കേസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദാനി കമ്പനിയുടെ പേര് വീണ്ടും വന്നിട്ടുണ്ട്. എന്നാൽ അദാനി എൻ്റർപ്രൈസസ് ശക്തമായൊരു ഫോളിന് ശേഷം റിക്കവറി രേഖപ്പെടുത്താനായിട്ട് സാധിച്ച ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്ലോസിങ് ആണ് നൽകിയത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. 2.6 നിന്ന് 2.8 നിന്ന് 2.6 കുറഞ്ഞു. ചൈനയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ വന്നു, മികച്ച ഒരു ഡേറ്റയായിരുന്നു. പക്ഷേ സ്റ്റിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടിയത് കാരണം അവിടെ മിക്സഡ് ആയിട്ടുള്ള ഡേറ്റ ആണെന്ന് പറയാൻ സാധിക്കും. ഫെഡറൽ റിസർവിൻ്റെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം, അവിടുത്തെ പലിശ നിരക്ക് തീരുമാനങ്ങളെല്ലാം തന്നെ US നിന്ന് വരുന്നുണ്ട്. ആഗോള മാർക്കറ്റുകളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് ഈ ഒരു ഒറ്റ കാര്യത്തിലാണ്. US നിന്ന് ആപ്പിളും ഗൂഗിളും തമ്മിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഐഫോൺ ഇറക്കാനായിട്ട് ഇരു കമ്പനികളും ധാരണയായി എന്നുള്ളൊരു ന്യൂസ്. NVIDIAയുടെ ഡെവലപ്പേഴ്സ് കോൺഫറൻസ് മീറ്റ് അടുത്ത ദിവസം വരും. ഇനി ഗ്ലോബൽ IT കമ്പനീസിന് ഒരു വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്നതാണ് NVIDIAയുടെ ഈ ഒരു കോൺഫറൻസ്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. മറ്റുള്ള ഡേറ്റാസ് എല്ലാം തന്നെ നമുക്ക് കവർ ചെയ്യാം. നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി കാണാം 21,918 ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതേ നിഫ്റ്റി 22,100 പോയി. ഏകദേശം 200 പോയിൻറ്റിൻ്റെ ട്രേഡിംഗ് റേഞ്ച് ശക്തമായിട്ടുള്ളൊരു വോളറ്റിലിറ്റി നിഫ്റ്റിയിൽ ഉണ്ടായി. നിഫ്റ്റി 32 പോയിൻറ്റ് പ്ലസ്സിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 100 പോയിൻറ്റ് പ്ലസ്സിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഫ്ലാറ്റ് ആയിരുന്നു, 18 പോയിൻറ്റ് റെഡിൽ ക്ലോസ് ചെയ്തു. NSEയിൽ 1,144 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തു. 1,103 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ ടാറ്റ സ്റ്റീൽ, M&M, JSW സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, അപ്പോളോ ഹോസ്പിറ്റൽ 2.5 മുതൽ ഏകദേശം ഒരു 6% റാലി ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ M&Mഉം ടാറ്റ മോട്ടോഴ്സും ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഗവൺമെൻറ് പുതിയ EV പോളിസി വിദേശത്തുള്ള കാറുകൾക്ക്, EV കാറുകൾക്ക് ഗുണകരമാകുമെന്നായിരുന്നു അന്നത്തെ ഒരു വ്യാഖ്യാനം. എന്നാൽ ഇന്ന് ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പുതിയ EV പോളിസി നിലവിലുള്ള M&Mനോ ടാറ്റ മോട്ടോഴ്സിനോ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഈ 2 കമ്പനികളും റാലി രേഖപ്പെടുത്തിയത്. ഇനി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ഇൻഫോസിസ്, UPയിൽ TCS, ടൈറ്റാൻ തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 2% ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. നാളെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഫിൻനിഫ്റ്റിയുടെ സ്പോട്ട് 20,650 ഉള്ളത്. 20,700, 800, 900 റേഞ്ചുകൾ മേജർ റെസിസ്റ്റൻസ് സോണാണ്. അതുപോലെ തന്നെ 20,500 മേജർ സപ്പോർട്ട് സോൺ. PCR 0.8 ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കും മുമ്പ് നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ ന്യൂസുകളിലേക്ക് വരാം. ഈ ഒരു ശനിയാഴ്ചയാണ് നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് കൊച്ചിയിൽ വെച്ച് നമ്മൾ നടത്തുന്നത്. കുറഞ്ഞ ഫീസിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പഠിക്കാം. കൂടാതെ തന്നെ തുടർന്ന് നമ്മളെ സപ്പോർട്ടും കിട്ടും. ഈ ഒരു സപ്പോർട്ട് ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം എന്ത് വേണമെങ്കിലും നമ്മുടെ ഇൻസ്ട്രക്ടറെ വിളിച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കൊച്ചി ഓഫീസിൽ നിങ്ങൾക്ക് വരാം. ന്യൂസിലേക്ക് കടക്കാം. ആദ്യം LIC ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. LIC ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റോക്കിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. കാരണം ഓൾ ടൈം ഹൈയിൽ നിന്ന് LIC 22% ഇടിവ് രേഖപ്പെടുത്തി. IPO പ്രൈസിൻ്റെ താഴെയാണ് ഇപ്പോൾ LIC പോയിട്ടുള്ളത്. എന്നാൽ LICയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഫാമിലീസിന് വളരെ ഗുണകരമായിട്ടുള്ളൊരു ന്യൂസാണ്. കാരണം LIC 17% സാലറി ഹൈക്ക് ചെയ്യുകയാണ്. അത് കാരണം പക്ഷേ കമ്പനിക്ക് ഏകദേശം 29,000 കോടി രൂപയാണ് ആനുവൽ വേജസ് കൊടുക്കേണ്ടി വരിക. സ്വാഭാവികമായ രീതിയിൽ കമ്പനി സാലറി ഉയർത്തുന്നത് നാട്ടുകാർക്ക് അതല്ലെങ്കിൽ എംപ്ലോയീസിന് നല്ലതാണെങ്കിൽ കൂടിയും അത് കമ്പനിക്ക് അധിക ബാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് എടുക്കുന്നത്. ഇതിനോട് കൂടിയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, ബാങ്കും അവരുടെ എംപ്ലോയീസിന് സാലറി കൂട്ടിക്കെടുക്കുന്നത് ഏകദേശം ഒരു 17%. അപ്പോൾ സാലറി കൂട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. കാരണം വളരെ ഭീകരമായിട്ടുള്ളൊരു ചിലവാണ്. പല പ്രൈവറ്റ് കമ്പനീസ് ഇപ്പോഴും സാലറി വളരെ താഴ്ന്ന രീതിയിലാണ്. അവരൊന്നും ഇത്തരത്തിലുള്ള ഇൻഫ്ലേഷൻ എല്ലാം തന്നെ വർദ്ധിച്ചത് അറിഞ്ഞ മട്ടില്ല.
ടോറൻറ്റ് പവർ ഏകദേശം 7% റാലി 300 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്രൊജക്റ്റ് അവർക്ക് കിട്ടി. ടി സി എസ് ടാറ്റ സൺസ് അവരുടെ പ്രൊമോട്ടേഴ്സ് 0.64% സ്റ്റേക്ക് സെല്ല് ചെയ്തിരുന്നു. ശ്രീറാം പ്രോപ്പർട്ടീസ് അവരുടെ ഇൻവെൻട്രിയിലെ 70% ഓർഡർ അവർ പുതിയതായിട്ട് ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റിയിൽ ലോഞ്ച് ചെയ്ത പുതിയ പ്രൊജക്റ്റിൽ നിന്ന് തന്നെ കിട്ടി. അനൂപ് എഞ്ചിനീയറിംഗ് കമ്പനി ഇവർ ഇന്ന് 11% റാലി രേഖപ്പെടുത്തി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സെർവോ ടെക് പവർ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തി ഇവർക്ക് പുതിയ EV ചാർജിങ് സ്റ്റേഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഡർ കിട്ടി. ആർക്കെയിൻ കെമിക്കൽ കമ്പനി ഇന്ന് മികച്ച പ്രകടനം രേഖപ്പെടുത്തി ഗുജറാത്തിൽ നിന്ന് പുതിയൊരു ഓർഡർ കിട്ടി. പേജ് ഇൻഡസ്ട്രീസ് പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ജോക്കി എന്ന് പറയുന്ന ഇന്നർവെയർ കമ്പനിയാണ്. പേജ് ഇൻഡസ്ട്രീസ് ഇനി അടുത്ത ഒരു 12 മാസത്തേക്ക് UBS എന്ന് പറയുന്ന ബ്രോക്കറിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. ജയകുമാർ ഇൻഫ്ര കമ്പനി 400 കോടി രൂപയുടെ ഓർഡർ കിട്ടി. റെയിൽടെയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഏകദേശം ഒരു 16% റാലി രേഖപ്പെടുത്തി. റെയിൽടെയിലിന് കിട്ടിയ ഓർഡറുകളെല്ലാം തന്നെ നമ്മൾ ന്യൂസിൽ ഷെയർ ചെയ്തിരുന്നു. VIP ഇൻഡസ്ട്രീസ് ട്രാവൽ രംഗത്തെ ബാഗിൻ്റെ കമ്പനിയാണ്. ബാഗ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അടുത്ത ഒരു 5 വർഷത്തേക്ക് ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് 45% ഉയരുമെന്ന് കമ്പനിയുടെ CEO പറഞ്ഞു. റൈറ്റ്സ് 67 കോടി രൂപയുടെ ഓർഡർ കിട്ടി. NTPCക്ക് 660 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള തെർമൽ പവർ പ്ലാന്റിൻ്റെ ഓർഡർ ജാർഖണ്ഡിൽ നിന്ന് ലഭിച്ചു. ജെ ഇൻഫ്ര കമ്പനി 1000 കോടി രൂപയുടെ ഓർഡർ. ഏജിസ് ലോജിസ്റ്റിക് കമ്പനി 125 കോടി രൂപ മുടക്കി ഇവരുടെ ഈ ഒരു ലോജിസ്റ്റിക് കപ്പാസിറ്റി കമ്പനി ഉയർത്തുന്നു. RPP ഇൻഫ്ര 96 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ദിലീപ് ബിൽഡ്കോൺ കമ്പനിക്ക് 413 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസുകൾ നമുക്ക് ടപ്പ് ചെയ്ത് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസിൽ ഏറ്റവും താഴെ കാണാം ഇന്ത്യ വിക്സ് 1.5% സ്പൈക്ക് ചെയ്ത് 13.82. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനാണ്. FTSE ഫ്രാൻസ് ഡാക്സ് പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ 1300 പോയിന്റ് റാലി രേഖപ്പെടുത്തി 68,302. ഡോ ഫ്യൂച്ചർ പോയിന്റ് നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നിക്കി ജപ്പാൻ മാർക്കറ്റ് 1000 പോയിന്റ് അടുത്ത് റാലി രേഖപ്പെടുത്തി. ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ $2,159 കൂടിയിട്ട് ട്രേഡ് ചെയ്യുന്നു. ബ്രന്റ് ഓയിൽ $85.83 പെർ ബാരൽ. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 82.88 രൂപ എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ന്യൂസുകളിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ട്രേഡ് ബഡി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് സമയത്ത് പരമാവധി ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ന്യൂസ് ഷെയർ ചെയ്യുന്ന ഒരു ടെലഗ്രാം ചാനൽ മാത്രമാണ് നമുക്കുള്ളൂ. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടാതെ നാളെ രാവിലെ 7:00 പുത്തൻ ചൂടേറിയ അല്ലെങ്കിൽ ചൂടാറാത്ത ന്യൂസായിട്ട് രാവിലെ എത്താം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു, സുഖനിദ്ര നേരുന്നു. താങ്ക് യു.